എന്റെ അപ്പന് ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ലല്ലോ. ബൈക്ക് പോയിട്ട് സൈക്കിൾ പോലും ഓടിക്കാൻ എനിക്കറിയില്ല. വല്ലപ്പോഴും കല്ലെറിഞ്ഞ പട്ടി ഓടിക്കും. ചിലപ്പോ മറ്റവനായിരിക്കും. അച്ചോ, അത് അവൻ തന്നെയാ. എന്റെ പേര് മോസ്ഡി സാമുവൽ. ഏകദേശം എന്നെ പോലെ ഇരിക്കുന്ന വേറൊരുത്തനുണ്ട്, കുന്നുമേൽ ശങ്കരൻ. ഭൂലോകത്തായിരിക്കടാ. അവന്റെ ഒക്കെ കൈ പോയി പെട്ടിട്ട് വെറുതെ നടക്കുന്ന ഞങ്ങളുടെ മെക്കിട്ടേറുന്നത് ഒട്ടും ശരിയല്ല ചോ. അത്രക്കൊരു പുരോഗതിനല്ലേ വെള്ളം കിട്ടിട്ട്. അച്ഛനിട്ട് അവൻ എന്തോ ശരിക്കും പണി കൊടുത്തിട്ടുണ്ട്. അതല്ല അച്ഛനെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണേ. കേട്ടപ്പോ ഞാൻ മേലോട്ട് കീഴ്പോട്ട് നോക്കി പോയി. ഭയങ്കരല്ലേ. വല്യച്ഛനും എടുക്കട്ടെ ഇത്തിരി ചായ. 750 രൂപക്കാരനെ ഞാൻ ഇന്ന് കണ്ടോ? എന്നിട്ടെന്താ, അവൻ സമ്മതിച്ചേരുന്നില്ല ഒന്നും. അവൻ കള്ളം പറയാ, അതെനിക്ക് ഉറപ്പാ. പക്ഷെ ഒരു ചെറിയ കുട്ടി കള്ളം പറയോ, അതാ ഞാൻ വല്ലാണ്ടായി പോയത്. ആ കുട്ടി തറപ്പിച്ച് പറയുന്നു അയാൾക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്ന്. ഇനി അയാള് പറഞ്ഞ ആ ശങ്കരനെ ഒന്ന് കണ്ടുപിടിക്കണം. ശങ്കരനോ? ഏത് ശങ്കരൻ? ഏതോ ഒരു ശങ്കരൻ. കുന്നുമ്മൽ ശങ്കരനോ? അത് തന്നെ. കുഞ്ഞുണ്ണിക്ക് അറിയാവോ? പിന്നെ കള്ളന്റെ കള്ളൻ അവനാണോ ആള്? അവൻ അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും. അവനെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ നിർത്തി തന്നാ പോരെ, അത് ഞാൻ ഏറ്റു. എന്നാ വേഗം പോയി പിടിച്ചോണ്ടോ. ഇത് അങ്ങനെ അങ്ങ് വിട്ടാ പറ്റത്തില്ലല്ലോ. അതും കുടിച്ചോ. കറണ്ട് ബില്ല എത്രയായി? 800 രൂപയോളം വരും. അതങ്ങ് അടച്ചേരെ. അല്ല ഇപ്പൊ എന്നാ ചെയ്യാനാ? അച്ഛാ ഇത് സോറി. മാറി. നമ്മളിന്ന് അത്താഴപ്പട്ടിനാന്ന് അവതേട്ടൻ അറിഞ്ഞെന്ന് തോന്നുന്നു. കണ്ടില്ലേ കൊണ്ടുവന്ന് വെച്ചിരിക്കണ പൊതിച്ചോറ്. നമ്മളിന്ന് ഉച്ചക്ക് കഴിച്ചില്ലേ, അതിന് നല്ല രുചിയായിരുന്നല്ലേ. അതെ അതെ. ടെസ്സി അത് കഴിക്കുമ്പോ ആ പെണ്ണ് എന്തൊരു നോട്ടായിരുന്നു ടെസ്സിയെ. ആണോ? ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ എവിടെ നോക്കുന്നതാ കണ്ടത്? അവരെവിടെയും നോക്കിയില്ലല്ലോ. എന്നെ 1-2 വട്ടം നോക്കിയായിരുന്നു. പക്ഷെ ഞാൻ കാണാത്ത മട്ടിലിരുന്നു. ഞാനും. വന്നോളൂ അവതേട്ടാ. ആരാ? എന്റെ പേര് മുരുകൻ. എന്താ? ഒരു ജോലി തന്നാൽ ചെയ്തരുമെന്ന് അറിയാനായിരുന്നു. എന്ത് ജോലി? ഒരാളെ ഒന്ന് പറഞ്ഞ വശത്താക്കി ഒരിടത്ത് എത്തിച്ചു തരിക, അത്രേ ഉള്ളൂ. അതിനൊരു പരിചയമില്ലാത്ത എന്നെ തന്നെ തേടി വരാൻ കാരണം? ആളെ പറ്റിക്കുന്ന കൂട്ടത്തില് ഒരു ചെറിയ പറ്റിക്കൽ കൂടിയെന്ന് കരുതിയാ മതി. ഇന്ന് അച്ഛനെ പറ്റിച്ച് നാശാക്കുന്ന ഞാൻ കണ്ടു. ആഹാ, ആണോ? അപ്പൊ സഹോദരൻ എന്റെ പിന്നാലെ തന്നെ നടക്കുകയായിരുന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. ആളെ കണ്ടപ്പോ വളരെ മിടുക്കനാന്ന് തോന്നി, അതല്ലേ ഇങ്ങോട്ട് തന്നെ വന്നത്. എന്താ ചെയ്യുവോ? ആരെയാ എപ്പ എവിടെ കൊണ്ടുവരണം അത് പറ. അതൊക്കെ പിന്നെ പറയാം. ആദ്യം കാശിന്റെ കാര്യം. 5000. ഇത് 5000 മുഴുവൻ ഉണ്ടല്ലോ. ഇതൊന്നും വലിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇത് അഡ്വാൻസ് ആണ്. പറഞ്ഞ ജോലി ചെയ്ത് കഴിയുമ്പോ 3 ഇരട്ടി. 3 ഇരട്ടി എന്ന് പറയുമ്പോ 15000. ടോട്ടൽ 20000. എന്താ? അല്ല, ഞാനെന്താ ചെയ്യണ്ടെന്നൊന്ന് വിശദീകരിച്ചെങ്കിൽ കേൾക്കാമായിരുന്നു. അതൊന്നും അത്രയ്ക്ക് കാര്യമുള്ളതല്ലെന്നേ. ഞാൻ പിന്നീട് വരാം, വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് തുക കൂട്ടരുത്, പറഞ്ഞേക്കാം. അയാള് ചിലപ്പോ കാശ് തിരിച്ചു ചോദിക്കാനായിരിക്കും. നമുക്ക് കൊടുക്കണ്ട, അയാളെ നമ്മൾ അറിയേയില്ല. വന്നോളൂ വന്നോളൂ. ഔദേട്ടനാ? ഔദേട്ടാ, ഇതുപോലത്തെ കൊറേ പൊതിച്ചോറ് വേണമല്ലോ. എന്തിന്? കുറെ പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്. അപ്പൊ നിങ്ങൾ എന്താ വലിയ പണക്കാരാ? വലിയ പണക്കാരാ. ഇത്രയും പണത്തിന്റെ പണക്കാരാ. ഇതെവിടുന്ന് ഒപ്പിച്ചു? ഇത്തവണ കർത്താവ് തന്നെ. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഫാദർ മുരുകൻ. കർത്താവേ, പ്രൈസ് ദി ലോർഡ്. എവിടെ? പ്രൈസ് ദി ലോർഡ്. നീയോ? നീയല്ലേ അന്ന്? അത് ഞാനല്ല, അത് വേറെ ആള്, വേറെ ആളാ, ഞാനല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ഉത്തരേന്ത്യയിൽ നടക്കുന്നതൊക്കെ അറിയുന്നില്ലേ? കൊള്ള കൊല ദേവാലയങ്ങളൊക്കെ തകർക്കുക. 100 200 അല്ലെങ്കിൽ വേണ്ട ഒരു 500ന്റെ കൂപ്പണെങ്കിലും എടുത്ത് എന്നെ ഒന്ന് സഹായിച്ചൂടെ? അച്ഛേ അവരൊന്ന് സഹായിച്ചൂടെ? കീറട്ടെ 500ന്റെ? 100ന്റെ മതി. ഓ ഡാ ശങ്കര, ഡാ ശങ്കര, 90 ഉള്ളൂ. സാരയില്ല, വിട്ടോ വിട്ടോ, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വിട്ടോ. ഡാ ഫാദർ കുന്നുമ്മൽ ശങ്കര, ചേടാ ഒരു അച്ഛനായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂലേ? നിക്കടാ. ഡാ. ആ നിക്കാ ഞാനൊന്ന് പഴയ ശങ്കരനായിക്കോട്ടെ. എടാ കുഞ്ഞുണ്ണി, നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ വലിയൊരു പള്ളിമേടലെ കുശിനിക്കാരനാടാ ശങ്കര. അപ്പൊ എന്റെ കൂടെ കുറച്ചാൾ നടന്ന് നീ ആ ജോലിയൊക്കെ പഠിച്ചു അല്ലേ? അതിന് എനിക്ക് നിന്നോട് താങ്ക്സ് ഉണ്ടടാ ശങ്കര. അതിന് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു? ആ താങ്ക്സ് ഒന്ന് തീർക്കാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. അതിന് നീ എന്റെ കൂടെ ഒന്ന് വരണം. എവിടെ? ഞങ്ങളുടെ പള്ളിമേടലെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് നീ വൈനും കേക്കും താറാവറച്ചിയും കള്ളപ്പും ഒക്കെ കഴിക്കുന്നത് എനിക്കൊന്ന് കാണണം. വരൂ. വരാം. ഗോഡ് ബ്ലസ്. അച്ചോ, 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 ദേ പിടിച്ചോ, ദാ നിൽക്കുന്നു കുന്നുമ്മൽ ശങ്കരൻ. ഇവൻ കാരണം വെച്ചാ ഞാൻ ഈ കുക്കിംഗ് പഠിച്ചത്. മുമ്പ് കാപ്പി വാങ്ങിത്തരാം, ഊണ് വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞ് ഇവൻ എന്നെ ഏതെങ്കിലും ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് വെട്ടി വിഴുങ്ങി എന്നെ അവിടെ ഇരുത്തിയിട്ട് മൂത്രം ഒഴിക്കാനെന്ന് പറഞ്ഞവൻ മുങ്ങും. പിന്നെ അരിയാട്ടന്റെ പണി എനിക്ക്. കുറച്ചു ദിവസം കഴിയുമ്പോൾ പിന്നെ വന്ന് വിളിക്കും. വിശ്വാസം വരാൻ വേണ്ടി പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് കാണിക്കും. പാവം ഞാൻ കൂടെ പോകും. മൂക്കറ്റ് ഒടിച്ചവൻ പിന്നെയും പോകും മൂത്രം ഒഴിക്കാൻ. ഇടിയും മുഴുനാട്ടിലും എനിക്ക്. അങ്ങനെ ആട്ടി ആട്ടിയാണച്ചാ ഞാൻ ഈ കുക്കിംഗ് പഠിച്ചത്. അതിന് നന്ദി പറയാനെന്നും പറഞ്ഞാണ് ഞാൻ ഇവൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. കൊടുക്കട അച്ഛന്റെ 750. കുഞ്ഞുണ്ണി ആരുടെ കാര്യമായി പറയുന്നേ? ഇവന്റെ കാര്യം. ശങ്കരൻ കുന്നുമ്മേൽ, കുന്നുമ്മേൽ ശങ്കരൻ, രണ്ടും ഒരാളാ. ഇയാളെ ഞങ്ങൾക്ക് അറിയത്തില്ലോ. അപ്പൊ അച്ഛനെ പറ്റിച്ചന്ന് ബൈക്കിൽ വന്ന് ഇവനല്ലേ? അല്ല. പിന്നെ ഇവനാരാ? ആരാ പറ. നീ ആരാടാ ശങ്കര? മോസ് ഡി സാമുവൽ. എന്തോന്ന്? അച്ചോ, ബൈക്കിൽ വന്നെങ്കിൽ അത് ഉറപ്പാ. അത് അവൻ തന്നെ. വെളുത്ത കള്ള ലക്ഷണമുള്ള. അത് തന്നെ ശങ്കര, അത് തന്നെ. താൻ പറഞ്ഞ പേരും ശരിയാ. അയാളെ തനിക്ക് പരിചയമുണ്ടോ? അങ്ങനെയുള്ള കൺട്രീസിലേക്ക് ആര് പരിചയപ്പെടാൻ? എന്നാലും അവൻ വെട്ടിച്ച കാശ് ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷെ എനിക്ക് കമ്മീഷൻ തരണം. 20%, 150 രൂപ. വഴി തടയൽ സമരക്കാരാ. തിരിക്കാം.